പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. ആ റമദാൻ കഴിഞ്ഞപ്പോ ചെയ്ത നന്മകൾക്കൊക്കെ റബ്ബിന്റെ അടുക്കൽ ഖബൂലിയത്ത് കിട്ടിയിട്ടുണ്ടാകുമോ, സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാകുമോ എന്നറിയാൻ പരലോകം വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ചില അടയാളങ്ങളൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിക്കപ്പെട്ടിരിക്കാം എന്നുള്ളതിന് ആ അടയാളങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ചുരുക്കി ഒരു 4-5 നമ്പർ ഇട്ട് പറയുകയാണ്. നല്ല പ്രവർത്തികൾ റമദാനിന്റെ ശേഷവും തുടരാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നല്ല പ്രവർത്തികളൊക്കെ റമദാനിന്റെ ശേഷവും തുടരുന്നുണ്ടോ എങ്കിൽ നല്ല ലക്ഷണമാണ്. 2, പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നുണ്ടോ ഇപ്പോഴും, നല്ല ലക്ഷണമാണ്. 3, ജീവിതത്തിൽ വളരെ എളിമയും വിനയവും കൂടിയോ, നല്ല ലക്ഷണമാണ്. 4, അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിച്ച തോതിൽ മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇബാദത്തുകൾക്കൊക്കെ ആവേശപൂർവ്വം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള അടയാളമുണ്ടോ, നല്ല ലക്ഷണമാണ്. 5, നന്മ ചെയ്യാൻ കൂടുതൽ കൂടുതൽ താല്പര്യം മനസ്സിന് തോന്നുന്നുണ്ട്, മടുപ്പൊരിക്കലും അനുഭവപ്പെടുന്നില്ല. ഇതൊക്കെ നല്ല അടയാളങ്ങളാണ്. എങ്കിൽ നമ്മുടെ ഗതകാല റമദാനിന്റെ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാമെന്ന് ആശ്വസിക്കാം. അതല്ല, എല്ലാ തിന്മകളുടെയും ഡോറിലേക്ക് കടന്നിട്ടുണ്ടോ, എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടോ, എല്ലാത്തിൽ നിന്നും കൈ കഴുകി മാറി നിന്നിട്ടുണ്ടോ, ജീവിതം റമദാനിന്റെ മുമ്പുള്ള ഒരു ലോകത്തേക്ക് തിന്മയുടെ, ചീത്തയുടെ, വൃത്തികേടിന്റെ കണ്ണും കാതും കൽബും നിയന്ത്രിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ, അപകടമാണെന്ന് തിരിച്ചറിയുക. പശ്ചാത്താപത്തോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.